ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വന്ന സാധനത്തിന്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഉള്ളിയും മുട്ടയുമാണ്. കാരണം എന്താണ്, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളിയുടെ തൊലി പൊളിച്ചിട്ട് അത് കഴുകിക്കൊണ്ട് വരിക, എന്നിട്ട് അത് കുനുകുനാന്നരിക. ഉള്ളി അരിയുമ്പോൾ കരയണം, അതാണ് എൻ്റെ രീതി. അടുത്ത നമ്മൾ മെസ്സിപ്പോയി കാല് പിടിച്ച് മേടിച്ച കുറച്ച് എണ്ണയുണ്ട്, അത് പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് കടുക് ഇടുമോ ഇല്ലയൊന്നും നമുക്കറിയത്തില്ല. ഇടുവെങ്കിലും ഇടത്തില്ലെങ്കിലും നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിനകത്ത് ഉള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും കുറച്ച് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കറി പൗഡേഴ്സ് ഉണ്ടോ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ ഏത് കറി ഉണ്ടാക്കിയാലും മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര ഇടത്തുള്ളൂ. മസാല എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് ഇതിന് പച്ചമണം മാറുന്ന നിലക്ക് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള കാരണം ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മുടെ ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ മുട്ട ചെറുതായിട്ട് അതിന് മഞ്ഞൊന്നും പൊട്ടിയായിരുന്നു, അതിലും കുഴപ്പമില്ല ഗൈസ്. ഇത് അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോൾ സെറ്റ് ആവും. അപ്പോൾ ഗൈസ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചോറിൻ്റെ കൊടുത്തിലോ ചപ്പാത്തിൻ്റെ കൊടുത്തിലോ എന്തിൻ്റെ കൊടുത്തിലും വേണം നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ ഗൈസ്, അടിപൊളി ടേസ്റ്റാണ്. ചെറിയൊരു ഇത് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി ഇട്ടപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയായിരുന്നു, അതുകൊണ്ട് എടുക്കത്തരിവാണ്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്.